ഭംഗിയില്ലേ. ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഹായ് ഫ്രണ്ട്സ്, സോളോ ഡ്രൈവാണ് ഇന്ന്. എല്ലാവരും ഗോവേനെ പല രീതിയിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. പല ആൾക്കാർ ഓൾഡ് ഗോവ കാണാൻ പോയിട്ടുണ്ട്, പല ആൾക്കാർ കാസിനോസിൽ പോയിട്ടുണ്ട്, പലരും ബീച്ചുകൾക്ക് പോയിട്ടുണ്ട്. ബീച്ചിലേക്ക് ഞാനും പോകുന്നുണ്ട്. ഈവനിങ് സെക്ഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗോവയുടെ ഐക്കൺ, ഏതൊരു നമ്മുടെ തൃശ്ശൂർ റൗണ്ടുള്ള പോലെ തന്നെ ഗോവയുടെ തന്നെ ഒരു സിമ്പിൾ ഓഫ് ഐക്കൺ എന്നുള്ള ഒരു പാലത്തിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു ആഡ് കണ്ടതല്ലോ, ഇതാണ് 54ാമത്തെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ലോഗോയാണ്. പനാജിയിലാണ് നടക്കുന്നത്. ഞാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് മനോഹരമായിട്ടാണ് ഇവരുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവ. ഇവിടെയാണ് ഗോവയിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫ് ഗോവ ഇൻ ഹോസ്. ആളുകളെല്ലാം ഇത് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പറഞ്ഞെല്ലാം ഫുള്ളാണ്. ഇന്ത്യൻ സിനിമയെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ആയിട്ട് 56ാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഡോക്ടർ പിള്ളാറിൻ്റെ ലോക സിനിമയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമാണ്. പ്രമുഖരായ ഫിലിം ഡയറക്ടേഴ്സ്, കൊറിയോഗ്രാഫേഴ്സ്, കൊറിയൻ ഫിലിമുകളും ഓൾ വേൾഡ് ലാംഗ്വേജിലുള്ള എല്ലാ ഫിലിമുകളെ പറ്റി വളരെ വിശദമായി തന്നെ സ്റ്റഡി ചെയ്യാനും വരും തലമുറയ്ക്ക് ഫിലിമിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനൊക്കെയാണ് ഇങ്ങനെ ഫിലിം ഫെസ്റ്റിവലുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവർക്കും അറിയാവുന്നൊരു ഫിലിമാണ് കാന്താരം. ഫിലിമിനെ പറ്റിയിട്ടും അതിലത്തെ സംവിധായകൻ, അതുപോലെ തന്നെ ആ ഫിലിമിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ ഈച്ച് ആൻഡ് എവരി ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട ഫിലിമുകളെ പറ്റിയിട്ടെല്ലാം വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. മാഡം, ഹൗ മച്ച് ഫോർ ദിസ് ബുക്ക്? ഫ്രീ? ഓക്കെ, ഫ്രീ ആണ്.
അത് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു പുസ്തകമാണ്. രജിസ്ട്രേഷൻ ഇസ് ഓൾറെഡി ഫുൾ. ഓക്കെ. ഗോവ എല്ലാ ഫെസ്റ്റിവലുകളുടെയും അതേപോലെ തന്നെ ഇതുപോലുള്ള ഇൻ്റർനാഷണൽ പ്രോഗ്രാമുകൾക്കൊക്കെ എല്ലാ രാജ്യങ്ങളും തിരഞ്ഞെടുക്കുന്നൊരു വേദിയായി മാറി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇന്നത്തെ മാത്രമല്ല, 28-ാം തീയതി വരെയാണ് പ്രോഗ്രാം ഉള്ളത്. 21-ാം തീയതി മുതൽ ഈ കൊല്ലത്തേക്കുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് രജിസ്ട്രേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അത്രയ്ക്കും ആളുകൾ ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇതിനെ സ്നേഹിക്കുന്നുണ്ട്, ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ റിസപ്ഷൻ കൗണ്ടറിലുള്ള എൻക്വയറി കൗണ്ടറിൽ ചോദിച്ചപ്പോൾ ഇന്നലെ സൽമാൻ ഖാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് കാന്താര ഫിലിംസിൻ്റെ റഷീദ് ഷെട്ടിയും ടീമും ഇന്നിവിടെ ഉണ്ട്. കാന്താര ഫിലിംസാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്ന ഒരു ഫിലിം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് റഷീദ് ഷെട്ടിയും ടീമും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നോ ചാൻസ് ടു സീ. ഒരു രക്ഷയിലേ കാണാനായിട്ട്, കടത്തി വിടില്ല. ഞാൻ മാക്സിമം റിക്വസ്റ്റ് ചെയ്ത് നോക്കി മീഡിയയുടെ ഇതിലോ അല്ലെങ്കിൽ യൂട്യൂബറിൻ്റെ ഇതിലോ നോ ചാൻസ്. ഓൺലി ഓൺലൈൻ ബുക്കിംഗ് മാത്രമാണ്. രജിസ്ട്രേഷൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ നീങ്ങാണ്. എന്ത് മനോഹരമായ കാഴ്ചയാണ്. കിങ്സ് കാസിനോ, ബിഗ് ഡാഡി, അവിടെ മജസ്റ്റിക് കാസിനോ അവിടെ ഉണ്ട്. നാഷണൽ ഫിലിംസ് ഹെറിറ്റേജ് മിഷൻ. പഴയകാല സിനിമകളുടെ ഹെറിറ്റേജ് കാര്യങ്ങളുടെ വീഡിയോ. ശിവാജി ഗണേശൻ, നമ്മുടെ ഫിലിമുകൾക്കൊരു വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. ആ ചരിത്രങ്ങളാണ് പഴയ കാലഘട്ടങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഫിലിമുകൾ ഷൂട്ട് ചെയ്തെന്നുള്ളതും ഫിലിം സിസ്റ്റം കുറേയൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ കുറേ പുതിയ പുതിയ അറിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനൊരു ഫെസ്റ്റിവലിനോട് പോയിട്ടൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. This is used to first time film. Okay. Oh, rare collections ആണ്. മലയാളത്തിലൊന്നും കാണാമല്ലോ. മലയാളത്തിനൊന്നും കാണാനില്ല എന്നുള്ള വിഷമം തീർന്നു കിട്ടി. മലയാളികളുടെ അഭിമാനം.
ചെമ്മീൻ, രാമു കാരാട്ട്. ഫിലിമുകളെ തിരിച്ച് ഇതാക്കാനായിട്ട് एक मिनट से ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവിടുന്ന് കിട്ടാനായിട്ടുണ്ട്. വലിയൊരു പുസ്തകം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമില്ലാത്ത കാരണം ഒരു നാഷണൽ ഫിലിം ഹെറിറ്റേജ് മിഷൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ, നാഷണൽ മ്യൂസിയം. Evolution of Indian cinema from these humble beginnings to its global impact. Gandhi film. യോഗ ചെയ്യാനായിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം വേറെ ഇല്ല. അത്രയ്ക്കും നല്ലൊരു സ്ഥലം. യോഗേനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഭുജംഗാസന, ധനുസാരാസന, ഇനിയുള്ളതെല്ലാം എൻ്റെ കാഴ്ചക്കാർ വായിക്കൂ. എന്താ ഭംഗിയില്ലേ? കാറ്റ് കൂടും തോറും അതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും 54ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ കാഴ്ചകൾ ഇഷ്ടമായി വിചാരിക്കുന്നു. ഗോവയിലെ വ്യത്യസ്തമായ കാഴ്ചകൾ കഴിയുന്നില്ല. പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.